വെൽക്കം ബാക്ക്. ഹോബി സർക്യൂട്ടിൻ്റെ കണ്ടിന്യൂഷനാണ്. 555 അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ഓഡിയോ സിഗ്നൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു പിയാനോ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. നമ്മൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. 555 ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ആദ്യം അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ചെയ്ത് നോക്കാം. നമ്മൾ റിപ്പീറ്റിംഗ് ആണ്. സെയിം കഴിഞ്ഞ തവണ ചെയ്ത പോലെ പിൻ നമ്പർ 1 ഗ്രൗണ്ട് ചെയ്യണം. പിൻ നമ്പർ 8 പവർ. നമ്മൾ ഏറ്റവും താഴത്തെ ലൈൻ ഗ്രൗണ്ടായിട്ടും മുകളിലത്തെ ലൈൻ പ്ലസ് പവർ സപ്ലൈ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പിൻ നമ്പർ 2ഉം 6ഉം നമുക്ക് ഷോർട്ട് ചെയ്യാനുണ്ടല്ലേ. സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആകുമ്പോൾ പിൻ നമ്പർ 2ഉം 6ഉം ഷോർട്ട് ചെയ്യും. പിൻ നമ്പർ 4 റീസെറ്റ് നമ്മൾ ഫുൾ ടൈം പ്ലസ്സിലേക്ക് പിടിച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാറ്. പിൻ നമ്പർ 4 നമ്മൾ പവറിലേക്ക് കണക്ട് ചെയ്തു. ഇങ്ങനെ 2 വയർ യൂസ് ചെയ്യുന്നത് ബ്രെഡ് ബോർഡിൽ നിങ്ങൾക്ക് ഭംഗിയായി കാണാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒറ്റ വയർ തന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെ മുതൽ അവിടെ വരെ കണക്ട് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. പിൻ നമ്പർ 5ലേക്ക് ഒരു കപ്പാസിറ്റർ കൊടുക്കാനുണ്ടല്ലേ. കൺട്രോൾ പിന്നാണ് പിൻ നമ്പർ 5. 0.01 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നു. പിൻ നമ്പർ 3 ഔട്ട്പുട്ട് അല്ലേ. നമ്മൾക്ക് ഔട്ട്പുട്ട് കാണാൻ ഇപ്പോൾ ഒരു LED തന്നെ കണക്ട് ചെയ്യാം. ഒരു റെസിസ്റ്റർ ത്രൂ ഒരു റെഡ് LED കണക്ട് ചെയ്തു. പിൻ നമ്പർ 2ൽ ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്. ഇത് 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററാണ്. പിൻ നമ്പർ 7ലേക്ക് ഒരു റെസിസ്റ്റർ കൊടുക്കാനുണ്ട്. നമ്മളത് 10K ആണ് കൊടുക്കുന്നത്. ഇനി 7ൽ നിന്ന് 6ലേക്ക് കൊടുക്കുന്ന റെസിസ്റ്ററാണ്. നമ്മൾക്ക് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു വലിയ റേഞ്ച് 180K ആണ് ഞാൻ കൊടുത്ത് നോക്കുന്നത് മീൻസ് നമ്മളിത് ചേഞ്ച് ചെയ്ത് നോക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 180K ആണ്. ഇനി നമ്മൾക്ക് പവർ കൊടുക്കാറായോ നോക്കാം. 1 ഓക്കെ ആണ്, 2 ഓക്കെ ആണ്, 3 ഓക്കെ ആണ്, 4 ഓക്കെ ആണ്, 5 ഓക്കെ ആണ്, 6 ഓക്കെ ആണ്, 7 ഓക്കെ ആണ്, 8 ഓക്കെ ആണ്. ഇനി പവർ കൊടുത്ത് നോക്കാം. ഔട്ട്പുട്ട് വിസിബിൾ ആണല്ലേ. ഇപ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നു. ഏകദേശം 1 സെക്കൻഡിൽ കൂടുതൽ ഒരു ഓൺ ടൈം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 ഏകദേശം 3 സെക്കൻഡിൻ്റെ സൈക്കിളാണ് ഇപ്പോൾ ഓടുന്നത്. ഞാനിതിനകത്തൊരു കപ്പാസിറ്റർ മാത്രം മാറ്റുന്നു. ഇതൊരു ചെറിയ മാറ്റമല്ല. 10 മൈക്രോ ഫാരഡെന്ന് 0.002 മൈക്രോ ഫാരഡ്, അത്രയും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത്തവണ LED ഓണായി നിൽക്കുന്നു. സത്യത്തിൽ ഓണായി നിൽക്കുകയല്ല, ഇത് ഓൺ ഓഫ് ആവുന്നുണ്ട്. നമ്മൾക്ക് കാണാൻ കഴിയാത്തത്രയും വലിയൊരു റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് നമ്മൾക്ക് നമ്മുടെ സ്പീക്കറിൽ കിട്ടും, കാരണം ഇതൊരു ഓഡിയോ റേഞ്ചാണ്. സ്പീക്കർ പിൻ നമ്പർ 3ൽ നമ്മൾക്ക് റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഡ്രോ ചെയ്യാൻ പറ്റും. ഒരു സൈഡ് ഗ്രൗണ്ടിൽ. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. എന്നുവെച്ചാൽ ഇതൊരു ഓഡിയോ റേഞ്ചിലുള്ള ഒരു ഫ്രീക്വൻസി ആയി. നമ്മൾക്ക് ഈ സൗണ്ടിനെ ഒന്ന് മാറ്റിയിട്ട് വേറെ സൗണ്ട് ആക്കിയിട്ട് ഒരു പിയാനോ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞാണ് ചർച്ച ചെയ്തത്. നമ്മൾക്കതൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് പിൻ നമ്പർ 7 എന്ന് വരുന്ന കണക്ഷൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. പിൻ നമ്പർ 7ൻ്റെ കണക്ഷൻ ഈ വയർ വഴി ഈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ലൈനിലേക്കും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ പിൻ നമ്പർ 6ൽ നിന്ന് വരുന്ന കണക്ഷൻ, അതിനെ നമുക്ക് ഒരു ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിൻ നമ്പർ 6ന് ഈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഒന്നാമത്തെ സ്വിച്ച് വയ്ക്കുകയാണ്. റെസിസ്റ്റർ 180K. അതേപോലെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇതൊരു ഓഡിയോ
ഫ്രീക്വൻസിയാണ്. നമുക്കൊരു കപ്പാസിറ്റർ വഴി എടുക്കാം. ഈ കപ്പാസിറ്റർ ആക്ച്വലി DC കണ്ടൻറ്റിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അത് ചുമ്മാ കേട്ടിരുന്നാൽ മതി, അതിനെപ്പറ്റി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് സൗണ്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. ഇനി 12K റെസിസ്റ്റർ സ്വിച്ചിൽ നിന്ന് 6ൻ്റെ ലൈനിലേക്ക് അത് അമർത്തി നോക്കാം. വളരെ വലിയ ഡിഫറൻസ് ഉണ്ടല്ലേ, അപ്പോൾ അത്രയും ഡിഫറൻസ് വരാൻ പാടില്ല. ഓക്കെ, അതിനകത്ത് ഒരു മാറ്റമുണ്ട്. $180K സീരിയസ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഒരു നെക്സ്റ്റ് നോട്ട് പോലെ കിട്ടിയല്ലേ. ഇനി നെക്സ്റ്റ് സ്വിച്ച് വെച്ച് നോക്കാം. ഇവിടെ ഒരു സ്ഥലം കുറവാണ്, ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. 22K റെസിസ്റ്റർ, നേരത്തെ കൊടുത്ത 2 റെസിസ്റ്ററിനും സീരിയസ് ആയിട്ട്. അപ്പോൾ ഈ ബട്ടൺ അമർത്തിയാൽ അടുത്തൊരു നോട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ. വീണ്ടും 22K റെസിസ്റ്റർ, അടുത്ത ഒരു നോട്ട് കിട്ടണം. നെക്സ്റ്റ് സ്വിച്ച്. ഇത്തവണ 33K റെസിസ്റ്റർ. ഇനി 39K റെസിസ്റ്റർ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയും ആക്ച്വലി ബട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത നോട്ട്സ് വെച്ചിട്ട് അതിൻ്റെ ഫുൾ സർക്യൂട്ട് ബ്രെഡ് ബോർഡിൽ ചെയ്യുമ്പോൾ കുറച്ച് വലുതാണ്. നമ്മൾക്ക് സർക്യൂട്ട് ഡയഗ്രാം നമ്മളുടെ ബ്ലോഗിൽ ഇടാം. ബ്ലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സോ പ്രാക്ടീസ് മേക്സ് ഇറ്റ് ബെറ്റർ. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മറ്റൊരു സർക്യൂട്ടുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ ഇടുക. താങ്ക് യു, ബൈ ബൈ.